എരണക്കേടുകൾ ഭരണത്തിൽ കയറിയതേയുള്ളൂ. തലസ്ഥാനവാസികളുടെ കുടിവെള്ളം വരെ മുട്ടി. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറ്റം പറയണ്ടല്ലോ. ആരാണ് ഇവിടുത്തെ മേയർ എന്ന് ചോദിക്കേണ്ടതുമില്ലല്ലോ. ഇത്രയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിട്ട് നഗരസഭയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. പൂന്തുറ ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നോക്കൂ. എവിടെയെങ്കിലും ഒരിടത്ത് നഗരസഭയുടെ ഗുരുതര വീഴ്ചയെന്നോ വെള്ളം എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നോ ആ വെള്ളം എത്തിക്കാത്തതിന്റെ പേരിൽ ജനങ്ങൾക്ക് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമെന്നോ നഗരസഭയുടെ പേര് പോലും പരാമർശിക്കാതെ സേഫ് ആക്കിയിട്ട് എവിടെന്നോ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുടിവെള്ള പ്രശ്നമുണ്ടായി. അതിനിപ്പോ ആരും ഉത്തരവാദികളല്ല. തിരുവനന്തപുരത്തെ ഒരു വലിയ പ്രശ്നം എന്നത് വിവിധയിടങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു എന്നതാണ്. ആറ്റുകാൽ പൊങ്കാല എടുത്തിട്ടും പ്രശ്നപരിഹാരം കാണാതെ മുന്നോട്ട് പോവുകയാണ്. പൊങ്കാല ദിവസം വെള്ളത്തിന് പ്രശ്നമുണ്ടാകില്ല എന്ന് മേയർ വി രാജേഷ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിൽ വലിയൊരു ആശങ്ക തിരുവനന്തപുരത്തെ ജനങ്ങൾ നേരിടുകയാണ്. വാട്ടർ അതോറിറ്റിയുമായി പലതവണ സംസാരിച്ചു, പക്ഷേ അതൊന്നും തന്നെ പരിഹാരത്തിലെത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഗുരുതര വീഴ്ചയെന്നോ അല്ലെങ്കിൽ കഴിവുകേടെന്നോ വെള്ളം എത്തിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയില്ലെന്നോ നഗരസഭ എന്തെടുക്കുകയാണെന്നോ ഒരു ചോദ്യം ചോദിക്കാതെ മാധ്യമങ്ങൾ ഇത്ര നിസ്സാരവൽക്കരിച്ച് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അത് സർവ്വസാധാരണമായി ഉണ്ടാകുന്നതാണ്, രൂക്ഷമായ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടവർ വരുത്തുന്ന വീഴ്ച, അവരുടെ കഴിവില്ലായ്മ, ഈ വിഷയം ഇത്രയും ദിവസം നീണ്ടതിന് ശേഷവും അതിനൊരു ബദൽ മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാകും? 2 മാസം പിന്നിടുകയാണ് ഭരണത്തിലേറിയിട്ട്. അധികാരത്തിലേറിയ ഉടനെ ഇൻഡോർ നഗരം പോലെ ആക്കുമെന്നാണ്. ഏകദേശം ഇൻഡോർ നഗരത്തിൽ മാലിന്യവെള്ളം കുടിച്ച ആൾക്കാർ മരിക്കുന്ന അവസ്ഥയായി. ഇവിടെയാണെങ്കിലോ കുടിവെള്ളം കിട്ടാതെ നഗരവാസികളെല്ലാം നട്ടം തിരിയുകയാണ്. വെള്ളത്തിന്റെ അവസ്ഥ അറിയാലോ. ഒരു തുള്ളി വെള്ളം വന്നിട്ട് 3-4 ദിവസത്തിലേറെയായി. കുടിവെള്ളമില്ല, ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു നഗരത്തെ ഇത്ര പെട്ടെന്ന് മാറ്റിയ ആ മാജിക് ഉണ്ടല്ലോ, അത് നാട്ടുകാർ കാണാതെ പോകരുത്. മാറ്റം എന്ന് പറയുന്നത് തലസ്ഥാന നഗരത്തിലേക്ക് നോക്കിയാൽ മതി. എന്തോരം മാറ്റങ്ങളാണ് 2 മാസം കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയാൽ. മാറാത്തത് മാറുമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആറ്റുകാൽ വിഷയമൊക്കെ വൈകാരികമായി കത്തിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ആറ്റുകാൽ ഉത്സവം തുടങ്ങിയ സമയം തൊട്ട് വെള്ളമില്ലാത്ത അവസ്ഥ എത്തിയെന്ന് പറഞ്ഞാൽ ഇനി പൊങ്കാലയ്ക്ക് മുടങ്ങില്ല, ബാക്കിയുള്ള എല്ലാ ദിവസം മുടങ്ങുമെന്നാണ് മേയർ അറിയിച്ചിട്ടുള്ളത്. പൊങ്കാല ദിവസം ഞങ്ങൾ എവിടെന്നെങ്കിലും വെള്ളം ഒപ്പിച്ചുകൊണ്ട് വരും, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണത്രേ. പുറത്തു നിന്നിട്ട് ബാക്കിയുള്ളവരുടെ കഴിവുകേടുകളെ കുറിച്ചൊക്കെ വലിയ വാഗ്ധോരണി നടത്തിയവർ, അതിനെ സംബന്ധിച്ച് ഡയലോഗ് അടിച്ചവർ നാക്കുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. ഒരു വിഷയം വരുമ്പോൾ അതിൽ ഉടനടി പരിഹാരം ഉണ്ടാക്കി നാട്ടുകാരുടെ മുന്നിൽ പ്രവൃത്തി കൊണ്ടാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ നിങ്ങൾ കണ്ടറിയേണ്ടതാണ്. ഇത്രയും ദിവസമായിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വന്ന ഭരണസമിതി പരാജയമാണോ എന്ന് വിലയിരുത്താൻ അധിക ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. വന്ന ഉടനെ ഇമാതിരി ഇരണക്കേടുകൾ നഗരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണമെന്നുകൂടി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്.